സ്വന്തം പാട്ടുകൾ മുറിവ് എല്ലാ സ്റ്റേജിലും ഞങ്ങൾ പാടാറുണ്ട്, തിരിഞ്ഞും മറിഞ്ഞും എല്ലാ സ്റ്റേജിലും പാടാറുണ്ട്. സ്വന്തം പാട്ടുകൾ പാടുമ്പോൾ സ്വന്തം പാട്ടുകൾ പാടിയിട്ട് അത് അവരുടെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് നന്നായിട്ട് വരുമ്പോഴേക്കും ഭയങ്കര സന്തോഷം വരാം. ഈ മുറിവെന്ന് പറഞ്ഞ പാട്ടുണ്ടാകുന്നതിന് പിന്നിൽ ഒരുപാട് ട്രോമ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മളെ വലിച്ചിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഫാമിലിയിൽ നിന്നാണെങ്കിൽ പോലും അല്ലെങ്കിൽ ചുറ്റുള്ള സർക്കിളിൽ നിന്നാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വേദനകളിലേക്ക് നമ്മൾ വലിച്ചിട്ട ആരെങ്കിലും ഈ ഒരു പാട്ട് കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിൽ ഒരു 13 വയസ്സുള്ളപ്പം മിസ്ബിഹേവ് ചെയ്തൊരു പുള്ളിയുടെ സ്റ്റോറി പറയുന്നുണ്ട്. ആ പുള്ളി ഞാൻ റെഗുലർലി കാണാറുണ്ട്, നമ്മൾ ഫാമിലി ഗെറ്റ് ടുഗദേഴ്സിലൊക്കെ. പുള്ളി പാട്ടൊക്കെ ഇറങ്ങുമ്പോഴേക്കും ഭയങ്കര അടിപൊളിയായിട്ട് മെസ്സേജ് അയക്കും. സോ അതൊക്കെ പാട്ട് അത് മനസ്സിലാക്കാതെ പുള്ളി ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് കാണുമ്പോൾ എങ്ങനെയാണ് അതിനെ എടുക്കുന്നത്? ഉള്ളിലേക്ക് വീണ്ടും ആ വ്യക്തിയെ കാണേണ്ടി വരുന്നു. അപ്പോൾ എങ്ങനെയാണത്? വീണ്ടും ആ വ്യക്തിയെ എനിക്കങ്ങനെ എന്നെ എഫക്റ്റ് ചെയ്യാറില്ല. അത് കഴിഞ്ഞൊരു സംഭവമാണ്. ഞാനത് ഡീൽ ചെയ്ത് ഒരു കാര്യം നമുക്ക് സംഭവിച്ചൊരു കാര്യം നമ്മൾ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ, ഡീലിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രോസസ്സാണ്. ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാളെ നമ്മളെ മുന്നിൽ വന്നാൽ നമ്മളത് എഫക്റ്റ് ചെയ്യില്ല. അത് ഡീൽ ചെയ്യുക ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്. എല്ലാ നമ്മുടെ ലൈഫിലുണ്ടാവുന്ന എല്ലാ ട്രോമകളെയും നമുക്കങ്ങനെ ചിലപ്പോൾ പറ്റത്തില്ല. പക്ഷെ ഇതെനിക്കെന്തോ പുള്ളി മുന്നിൽ വന്നാലും എനിക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇപ്പോൾ ചെറുപ്പം തൊട്ടുള്ള ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ഉണ്ടല്ലോ വീട്ടിലാണെങ്കിലും ഒക്കെ. അതിൽ നിന്ന് ഈ പെർഫോമൻസിനെ കുറച്ചുകൂടി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക്, കാരണം നമ്മുടെ മലയാളത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം റിമി ടോമിയെ പോലെയുള്ള ആളുകളൊക്കെയാണ് ഇങ്ങനെ ഒരു ക്രൗഡ് പുള്ളറായി വന്ന് ഇപ്പോൾ ഫീമെയിൽസിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ആളുകളെ ഇത്രയും എൻ്റർടൈൻ ചെയ്യിച്ച് വലിയ കോൺസേർട്ടുകൾ നടത്തുക എന്നൊക്കെ ഒരു രീതിയിൽ വന്നിട്ടുള്ളത്. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ആരാണ്? ഒരാളെന്ന് ഞാൻ പറയില്ല. ഒരുപാട് ആർട്ടിസ്റ്റുകളെ കണ്ടും അവർ ചെയ്യുന്നത് കണ്ട് പഠിച്ചൊക്കെ തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഒന്നും കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നില്ല. നമ്മൾ വർഷങ്ങളായിട്ട് ലോകത്ത് പല ഭാഗത്തു നിന്നുള്ള ആർട്ടിസ്റ്റുകളുടെ കോൺസേർട്ട്സ് കണ്ട് അവരെന്താണ് ചെയ്യുന്നതെന്ന് കോൺസ്റ്റൻ്റ്ലി നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ നടക്കുന്നത്, ഇവരെന്താ ചെയ്യുന്നത്, അവരെന്താ ചെയ്യുന്നത്. അപ്പം ആ ഒരു സ്റ്റഡിയിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെയുള്ള പുതിയ ഐഡിയാസ് വരുന്നതും. ഒരു പെർഫോമൻസ് എന്നുള്ള പറയുന്നതൊക്കെ ഇവിടെ റെഫറൻസുകളൊക്കെ ഇപ്പോൾ റിമി ടോമി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെ ഒരാൾ ചെയ്യാൻ തുടങ്ങിയതും ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് പുള്ളിക്കാരി ഫുൾ ഓൺ ലൈവിൽ അങ്ങനെ വന്നു തുടങ്ങി. അത്രയും നാൾ അനങ്ങാണ്ട് നിന്ന് പാടിക്കൊണ്ടിരുന്ന പാട്ടുകാരുടെ അടുത്ത്, സ്ത്രീകളുടെ അടുത്ത് ഞാൻ പറഞ്ഞത്. ആണുങ്ങൾ എപ്പോഴും പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഫീമെയിൽ സിംഗേഴ്സിനിടയ്ക്ക് ഒരു പെർഫോമർ വരിക എന്നുള്ളത് അന്ന് ഒരുപാട് പേര് പുച്ഛിച്ചിട്ടുണ്ട്. ഞാൻ പേഴ്സണലി കേട്ടിട്ടുണ്ട് പുള്ളിക്കാരിയെ പുച്ഛിക്കുന്നത്. ആളുകൾ ഇത് ഇങ്ങനെയാണോ പാടുന്നത്. പക്ഷേ പുള്ളിക്കാരി അത് പുള്ളിക്കാരിയുടെ ഒരു എന്താ പറയുക ഒരു അഡ്വാൻറ്റേജാണ്. പുള്ളിക്കാരി ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് വെച്ചിട്ട് അങ്ങനെ അവരവരുടെ അഡ്വാൻറ്റേജ് മനസ്സിലാക്കി കയറി വരുന്നതിൻ്റെ ഭാഗമാണ് ഈ പെർഫോമേഴ്സ് ഉണ്ടാവുക എന്നുള്ളത്. എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. ഓരോരുത്തർക്കും ഓരോ ആർട്ടിസ്റ്റിനും അവർക്ക് ഓരോ അഡ്വാൻറ്റേജ്, അവർക്കൊരു വെപ്പൺ ഉണ്ടാവും, ഒരാൾക്കും ഇല്ലാത്ത. ചില ആളുകൾക്ക് അത് ഇപ്പം ശ്രേയ ഘോഷൽ എന്നുള്ളൊരു സിംഗറാണെങ്കിൽ പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിയുടേതായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സാധനങ്ങൾ വെച്ചായിരിക്കും പുള്ളിക്കാരി പോകുന്നത്. അല്ലെങ്കിൽ ഓരോ സിംഗർ ഒരു വളർന്നു വരുന്ന സിംഗർ മുതൽ ഏറ്റവും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആളുകളും അവരുടെ കയ്യിലൊരു ഐറ്റം ഉണ്ടാവും. ആ ഐറ്റം എങ്ങനെ നമുക്കത് ഏറ്റവും ബെസ്റ്റായിട്ട് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. എനിക്ക് പെർഫോമൻസ് ഒരു പെർഫോമർ ആവുക എന്നുള്ളത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യമാണ്. പ്ലസ് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അവിടുന്ന് കിട്ടുന്ന റെസ്പോൺസ് വെച്ച് എനിക്കൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് പെർഫോമേഴ്സ് ലൈക്ക് എല്ലാവർക്കും പറ്റുന്ന എല്ലാവർക്കും. എനിക്കിപ്പോൾ ചിത്ര ചേച്ചി അല്ലെങ്കിൽ അങ്ങനെയുള്ള പാട്ടിൽ ചിലപ്പോൾ എന്നെ കൊണ്ട് പാടാൻ പറ്റില്ല, ചിലപ്പോഴല്ല പാടാൻ പറ്റില്ല. പുള്ളിക്കാരുടെ ചില സാധനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരുടെയൊക്കെ തൊണ്ടയുടെ അകത്ത് മറ്റേ എന്താണ് ട്യൂണർ പിടിപ്പിച്ച പോലെയാണ്. നമ്മൾ ഈ പഴയ പാട്ടിലൊക്കെ ഇരുന്ന് കേൾക്കുമ്പോൾ അതോ ആ പഴയ പാട്ടുകൾ ഇപ്പോൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോഴും അതേ പെർഫെക്ഷനോടെയാണ്. അപ്പോൾ അത് പുള്ളിക്കാരിയുടെ മറ്റേ കയ്യിലുള്ള വെപ്പണാണത്. അത് വേറെ ആർക്കും ഉണ്ടാവില്ല. അത് ഒരാളും അതുപോലെ പറ്റില്ല. വേറെ എത്രയോ പക്ഷേ ആ ഒരു ട്യൂണർ പരിപാടി പുള്ളിക്കാരിയുടെ മാത്രമേ ഉള്ളൂ. ട്യൂണർ വെച്ച പോലെ പോലും ഒറ്റ നോട്ട് പോലും ഫ്ലാറ്റ് ഒന്നും വരത്തില്ല. അപ്പം ഓരോ സിംഗർ അവരിന്നൊക്കെ ഞാൻ എനിക്ക് പുള്ളിക്കാരുടെ പാട്ടെന്ന് പഠിച്ച് പുള്ളിക്കാരിയുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ട് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ സിംഗറും അത് ചെയ്യും. അപ്പോൾ പെർഫോമൻസ് എന്നുള്ളത് റിലേറ്റീവ്ലി പുതിയൊരു സംഭവമാണ്. അപ്പം നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എവിടെ നിന്ന് എനിക്കിതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും, എവിടെ നിന്ന് എന്തൊക്കെ കണ്ടാൽ എന്തൊക്കെ ചെയ്ത് എനിക്കിത് പോളിഷ് ചെയ്യാൻ പറ്റും എന്നുള്ള നോക്കിയിട്ടാണ് ആ ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ ഞാൻ ബേസിക്കലി വളരുന്നത്. അപ്പോൾ അത് ഒരാളെന്നുള്ളതല്ല, എല്ലായിടത്തും അത് തപ്പിക്കൊണ്ടിരിക്കുക. എവിടെ നിന്ന് എന്ത് കിട്ടും എന്നുള്ള തപ്പി
പഠിച്ചുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഈ പെർഫോമൻസ് ചെയ്ത് തുടങ്ങി ഏറ്റവും കൂടുതൽ ഈ ആളുകൾക്ക് ഞാനിങ്ങനെ പാടുമ്പോൾ അല്ലെങ്കിൽ ലൈവായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ആളുകളിൽ നിന്ന് നല്ലൊരു റെസ്പോൺസ് കിട്ടുന്നുണ്ട് എന്ന് ഒരു റിയലൈസ് ചെയ്ത ഏതെങ്കിലും ഒരു സ്റ്റേജ് പെർഫോമൻസ് ഉണ്ടോ, സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ അങ്ങനെ എപ്പോഴെങ്കിലും? വന്നു മുന്നേ തലയ്ക്കടിച്ച ഒരു റിയലൈസേഷൻ എന്ന് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ ഷോ ആണ്. അത് 10 വർഷമെങ്കിലും പുറകിലോട്ട് പോകണം, 10-11 വർഷമായിട്ടുണ്ട്. രണ്ടാമത്തെ ഷോ ഞാനന്ന് കോറസ് സിംഗറാണ്, ഒരു ബാൻഡിൻ്റെ ബാക്കിംഗ് വോക്കലിസ്റ്റായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ഒരു പാട്ട് തന്നെ പാടാൻ കിട്ടി സ്റ്റേജിൽ ഫ്രണ്ടിലോട്ട് വന്നിട്ട്. വിജയ് പ്രകാശിൻ്റെ ഷോ ആയിരുന്നു. നമ്മൾ കോറസൊക്കെ പഠിച്ചിട്ട് സൈഡിൽ 3 സിംഗേഴ്സിനാണ്, 3 സൈഡിൽ നിന്ന് പാടും. അപ്പം ഒരു പാട്ട് എനിക്ക് ഒറ്റയ്ക്ക് പാടാൻ കിട്ടി. ഇപ്പോൾ ഇവർക്ക് ഒരു ബ്രേക്ക്, മെയിൻ സിംഗേഴ്സ് ബ്രേക്ക് നേരത്തെ പ്ലാൻ ചെയ്താൽ അപ്പം ഒരു 1-2 പാട്ട് നമ്മൾ പഠിക്കാൻ പറയും. ഇവർക്കിടയ്ക്ക് മെയിൻ സിംഗർ ഒന്ന് മാറുന്ന സമയത്ത് നമുക്കൊന്ന് കയറാൻ വേണ്ടി ഫില്ല് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫില്ല് ചെയ്യാൻ വേണ്ടി അപ്പം വന്ന് ഫ്രണ്ടിൽ ഒരു കോളേജായിരുന്നു, പാലക്കാട് കോളേജായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നെഹ്റു കോളേജാണ്. കോളേജ് എന്ന് അറിയാമല്ലോ, ക്രൗഡ്. അപ്പോൾ ഞാൻ അതുവരെ കോളേജ് ക്രൗഡിനെ തന്നെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കോളേജ് ക്രൗഡിനെ കാണും. അപ്പോൾ ഞാനിങ്ങനെ നിന്ന് ഒരു കുഞ്ഞ് റാമ്പൊക്കെ ഉണ്ട്, റാമ്പിലോട്ട് പോകാനുള്ള ധൈര്യമില്ല, കണ്ണുറക്കാനേ ധൈര്യമില്ല, പുറകെ നിന്നിട്ട് ഇങ്ങനെ നിന്ന് പാടിക്കൊണ്ടിരിക്കുക. അപ്പം ഇടയ്ക്കൊന്ന് കണ്ണ് തുറന്നപ്പോഴേക്കും ആളുകളിങ്ങനെ ഭയങ്കരമായിട്ട് ചാടിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഇവരെ കണ്ടപ്പോഴേക്കും കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് 2 സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഇവരുടെ റെസ്പോൺസ് അതിനനുസരിച്ചിട്ട് മുകളിലോട്ട് കയറുന്നുണ്ട്. നമ്മൾ അരങ്ങാണ് നിൽക്കുന്നത്, നമ്മൾ 2 സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട്, ആ ഒരു 2 സ്റ്റെപ്പ് തന്നെ ഒരു ആർട്ടിസ്റ്റിന്, ഓഡിയൻസിന് എന്തുമാത്രം ആ ആർട്ടിസ്റ്റിൻ്റെ ജസ്റ്റ് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് വരെ ഓഡിയൻസിനെ എത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. കാരണം എനിക്കൊന്നും ഒന്നും അറിയത്തില്ല പെർഫോമൻസ്. അതുവരെ അനങ്ങിയിട്ടുള്ള സ്റ്റേജിൽ വെച്ചിട്ട് ആ ഒരു 2-3 സ്റ്റെപ്പിൽ അത്രയും ആർട്ടിസ്റ്റിന് പവർ ഉണ്ട് അവിടെ, ഇത്രയും പേര് ഇൻഫ്ലുവൻസ് ചെയ്യാൻ. എന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആ ഒരു പോസിബിലിറ്റി എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ എന്നുള്ള സ്ഥലത്തു നിന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ സ്റ്റേജിൽ മൂവ് ചെയ്ത് തുടങ്ങിയത് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ഏത് പാട്ടാണ് പാടിയെന്ന് ഓർമ്മയുണ്ടോ? അന്ന് ഏത് പാട്ടാണ് എനിക്ക് ഓർമ്മയില്ല. അന്ന് 2-3 പാട്ടാണ് സ്ഥിരം പാടിക്കൊണ്ടിരുന്നത് എനിക്ക്, പക്ഷേ ഇത് എക്സാക്ട്ലി ഏത് പാട്ടാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ അന്നത്തെ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ ഉള്ള സ്റ്റേജിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ മാറ്റം എന്താണ്? മാറ്റം ഇപ്പം അന്ന് ഈ പറഞ്ഞ ഒരു ബാക്കിംഗ് വോക്കലിസ്റ്റ് ആയിട്ട് ഇടയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് വരുന്നുള്ളിടത്ത് നിന്ന് ഇപ്പോൾ ഒരു ഫുൾ ഷോ ഹാൻഡിൽ ചെയ്യുന്നുള്ളതിൻ്റെ ഫുള്ളി ആ ഒരു ഈ പറഞ്ഞ പോലെ ഓഡിയൻസിനെ നമുക്ക് അത്ര ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഫുൾ സംഭവം നമ്മൾ കയ്യിലോട്ട് എടുത്തു എന്നുള്ളതാണ് എനിക്കതിൽ. പക്ഷെ ചിലയിടങ്ങളിൽ ഈ ഓഡിയൻസിന്റെ റെസ്പോൺസ് വേറെ രീതിയിലും ആകാറില്ലേ? എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കില്ലല്ലോ നമ്മുടെ പാട്ടിന് ചിലപ്പോൾ ചില ഓഡിയൻസ് റെസ്പോണ്ട് ചെയ്യും. അങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പോൾ ആക്ച്വലി കുറവാണ്. ഉണ്ടായിട്ടുണ്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അത്രയും ഒരു പോസിറ്റീവ് റെസ്പോൺസ് വരാത്ത. പോസിറ്റീവ് റെസ്പോൺസ് ഞാൻ പറയുന്നവർ അനങ്ങൂല, ബേസിക്കലി ഒരു കസേരയിൽ ഇരിക്കുന്ന ഓഡിയൻസ് ആയിരിക്കും. അങ്ങനത്തെ കേസേ ഉള്ളൂ. എന്നാലും കസേരയിൽ ഇരിക്കുന്ന ഓഡിയൻസ് ഇങ്ങേറ്റത്ത് ഫുൾ എനർജിയിൽ ഫ്രണ്ടിലോട്ട് കയറി വരുന്ന ആളുകളായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഓഡിയൻസ് പക്ഷേ ഇപ്പം കുറവാണ്. ഇപ്പം നമ്മളെ വിളിക്കുന്ന കൂടുതലും ആളുകൾ ഇതിനു വേണ്ടി തന്നെ, ഡാൻസ് ചെയ്യാൻ വേണ്ടി തന്നെ വിളിക്കുന്ന ആളാണ്. അപ്പം ആ ഒരു എനർജി ക്രൗഡ് തന്നെയാണ് ഇപ്പം റൈറ്റ് നൗ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ ബ്രെത്ത് കൺട്രോളിനൊക്കെ എന്തെങ്കിലും എക്സസൈസോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? സോ ഫിറ്റായിട്ടിരിക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാമിന മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ നമ്മൾ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക. കഴിച്ചു കഴിഞ്ഞാൽ കിതയ്ക്കും പെട്ടെന്ന്. അപ്പം ഉച്ചയ്ക്ക് വൈകുന്നേരമാണ് ഷോ എങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് വേറെ കാര്യമായിട്ടൊന്നും കഴിക്കാണ്ടിരിക്കുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. റെഗുലർലി എക്സസൈസ് ചെയ്യുക, ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര 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 ഇമ്പോർട്ടൻ്റ് ആണ്.